അതെന്തോ ഒരു GNM കഴിഞ്ഞ നേഴ്സ്, ആ നേഴ്സിന് ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും GKM ചെയ്യുന്നതാണ് പോസ്റ്റ് BS ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു GNM കഴിഞ്ഞൊരു നഴ്സ് ആള് പോസ്റ്റ് BS ആണ് ചെയ്യുന്നതെങ്കിൽ 2 ഇയർ സ്റ്റഡീസ് ഉണ്ടാവും. 4 സെമസ്റ്റർ ആയിരിക്കും, സെമസ്റ്റർ ബേസ് എക്സാം ആണെങ്കിൽ, അല്ലെങ്കിൽ ഇയർ ബേസ് എക്സാം ആണെങ്കിൽ 2 വട്ടം വരും. സോ GCCയിൽ വർക്ക് ചെയ്യുന്ന ഒരു നഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ എക്സാംസിന് വേണ്ടി നാട്ടിലേക്ക് എപ്പോഴാണെങ്കിലും പോവേണ്ടി വരും. സോ ഒന്ന് ട്രാവൽ എക്സ്പെൻസ്, ലീവ്, ഇതെല്ലാം അവർ പ്ലാൻ ചെയ്യണം. ഇതെല്ലാം ചെയ്ത് റിസ്ക് എടുത്താൽ 2 വർഷം കൊണ്ട് മാത്രമേ അവർക്ക് ലെവൽ 7 നേഴ്സ് ആയിട്ട് ഓസ്ട്രേലിയക്കുള്ള ആപ്രയുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എലിജിബിൾ ആവുള്ളൂ. പക്ഷെ അതേസമയം ഇപ്പോൾ അവർ GCAN ആണ് ചെയ്യുന്നത്. 6 മന്ത് പ്രോഗ്രാമാണ്, എക്സാം ഇല്ല, അസസ്മെന്റ് ബേസ്ഡ് ആണ്. സോ 6 മന്ത് കൊണ്ട് അവർ ലെവൽ 8 നേഴ്സ് ആവുക. ഇവിടെ ലെവൽ 7 ആകുമ്പോൾ അവരവിടെ ലെവൽ 8 ആണ് ആകുന്നത്. മാത്രമല്ല 6 മന്ത് ആകുമ്പോൾ അവർക്ക് ആപ്രയുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് NCLEX എക്സാം വരെ എഴുതുന്ന ഒരു കാൻഡിഡേറ്റിനെ നമ്മളിപ്പോൾ GCAN ANP എടുത്ത് ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോകണമെന്ന് വയ്ക്കാം. അവിടെ നിന്ന് അവർക്ക് ഫ്രീ ഓസ്കി ട്രെയിനിങ് കിട്ടുന്നു. ഓസ്കി ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് ഒരു 3 മന്ത്സിനുള്ളിൽ അവർക്ക് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ അവരവിടെ RN ആയിട്ട് പ്രോസസ് സ്റ്റാർട്ട് ചെയ്ത് 9 മന്ത് കൊണ്ട് വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നാട്ടിൽ അപ്പോഴും പോസ്റ്റ് BSc ചെയ്ത ഒരാൾ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉണ്ടാവുക. ഇൻ കേസ് ഇനി അവർ ഈ ഒരു GCAN ANP ചെയ്തിട്ട് മാസ്റ്റേഴ്സിലേക്ക് കടക്കുകയാണെങ്കിൽ അവർക്ക് 1.5 വർഷം പഠിച്ചാൽ മതി. 1.5 വർഷം കൊണ്ട് അവർ ലെവൽ 9 നേഴ്സാണ്. സോ ഒരു 2 വർഷം കഴിയുമ്പോഴേക്കും അവർ ഒരു ലെവൽ 9 നേഴ്സായിട്ട് മാറുക. നാട്ടിൽ 2 വർഷം കൊണ്ട് ലെവൽ 7 ആകുന്ന സമയത്ത് ഓസ്ട്രേലിയയിൽ എത്തി അവർ ലെവൽ 9 നേഴ്സായി മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ അവിടെ RN ആയിട്ട് 1 ഇയറിനെബോ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ പറ, GCAN ചെയ്യുന്നതാണോ പോസ്റ്റ് BSc ചെയ്യുന്നതാണോ ബെറ്റർ? GCAN. That's all.